കേരള സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷന് സ്റ്റേ വേണമെന്ന ആവശ്യം ഇന്നലെ ഹൈക്കോടതി തള്ളി. കെ.എസ്. അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത വൈസ് ചാൻസലറുടെ നടപടി സ്റ്റേ ചെയ്യാൻ കോടതി വിസമ്മതിക്കുകയാണ് ഉണ്ടായത്. ഡോക്ടർ കെ.എസ്. അനിൽകുമാർ നൽകിയ ഹർജിയിൽ കേരള സർവകലാശാലയോടും പോലീസിനോടും വിശദീകരണം തേടുകയും ചെയ്തു. ഭാരതാംബ വിവാദത്തിൽ സുപ്രധാന നിരീക്ഷണങ്ങളും വിമർശനങ്ങളുമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. എന്തൊക്കെയാണ് കോടതി പറഞ്ഞത് എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. ഒന്നാമത്തെ കാര്യം, രജിസ്ട്രാർ കെ.എസ്. അനിൽകുമാറിന്റെ നടപടി ഗവർണറുടെ വിശിഷ്ടതയെ ബാധിച്ചു എന്നതാണ് കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമായി നമ്മുടെ മുന്നിലുള്ളത്. പരിപാടി തുടങ്ങുന്നതിന് തൊട്ടുമുൻപ് വേദി കൈയടക്കി സെനറ്റ് ഹാൾ ഉപയോഗിക്കാനുള്ള അനുമതി റദ്ദാക്കും എന്ന് പ്രഖ്യാപിച്ച നടപടി, അതിനെയാണ് ഈ രീതിയിൽ കോടതി വിമർശിച്ചത്. വിശിഷ്ടതയെ ബാധിച്ചു എന്നത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, രജിസ്ട്രാർ വിഷയം കൈകാര്യം ചെയ്തതിൽ പിഴവുണ്ടായി. ഇങ്ങനെയല്ല രജിസ്ട്രാർ ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് എന്നതാണ് ഹൈക്കോടതി പറഞ്ഞത്. മൂന്നാമത്തേത്, രജിസ്ട്രാറുടെ സസ്പെൻഷൻ അത് സർവകലാശാല വിശദീകരിക്കണം. എന്തിനാണ് ആ സസ്പെൻഷൻ എന്നത് കൃത്യമായ വിശദീകരണവുമായി സത്യവാങ്മൂലം കേരള സർവകലാശാല നൽകണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. വൈസ് ചാൻസലർക്കും സർവകലാശാലയ്ക്കും രണ്ട് നിലപാടാണ്. ഇതൊരു സസ്പെൻഷൻ മാത്രമാണ് എന്നുകൂടി നിരീക്ഷിച്ചാണ് ജസ്റ്റിസ് എൻ നഗരേഷ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ നടപടി ഉണ്ടായിരിക്കുന്നത്. നാലാമത്തേത്, സെനറ്റ് ഹാളിന് പുറത്തുണ്ടായ സംഭവവികാസങ്ങളാണ്. സെനറ്റ് ഹാളിന് പുറത്ത് എന്ത് ക്രമസമാധാന പ്രശ്നമാണ് ഉണ്ടായത്? അതാണ് കോടതി ഉന്നയിച്ച മറ്റൊരു ചോദ്യം. ഇക്കാര്യം പോലീസ് വിശദീകരിക്കണം. കേരള പോലീസ് ഇക്കാര്യത്തിൽ സത്യവാങ്മൂലം നൽകണം. ക്രമസമാധാന പ്രശ്നം കൈകാര്യം ചെയ്യാനുള്ള ശേഷി പോലീസിന് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ലേ? കോടതിയുടെ ചോദ്യമാണ്. അതിനും മറുപടി നൽകണം. അഞ്ചാമത്തേത്, പ്രകോപനം സൃഷ്ടിച്ച മതചിഹ്നം അതേതാണ്? അതാണ് കോടതി ചോദിച്ചത്. സെനറ്റ് ഹാളിൽ പ്രചരിപ്പിച്ച പ്രകോപനപരമായ ആ മതചിഹ്നം അതേതാണ്? രജിസ്ട്രാറുടെ അഭിഭാഷകനോടുള്ള ചോദ്യം ഇതായിരുന്നു. എന്ത് മതചിഹ്നമാണ് പ്രദർശിപ്പിച്ചത് എന്നതിൽ നിങ്ങൾ മറുപടി നൽകുന്നില്ലല്ലോ എന്നും ഹൈക്കോടതി ചോദിക്കുകയാണ്. അതോടൊപ്പം തന്നെ മതചിഹ്നമെന്ന് പറയാൻ ആ വേദിയിലുണ്ടായിരുന്നത് ഭാരതാംബ ചിത്രമാണ്. ഭാരതാംബ എങ്ങനെ മതചിഹ്നമാകും? അതാണ് കോടതി ചോദിച്ച ഏറ്റവും നിർണായകമായ ചോദ്യം. ഭാരതാംബ ഏതെങ്കിലും ഒരു മതത്തിന്റെ ദൈവമല്ല, ഹിന്ദു ദേവതയുടെ ചിത്രം എന്നതാണ് രജിസ്ട്രാറുടെ അഭിഭാഷകൻ എൽവിൻ പീറ്റർ മറുപടിയായി നൽകിയത്. അത് കോടതി അംഗീകരിച്ചുമില്ല. മറ്റൊന്ന്, ഭാരതാംബയെ പതാകയേന്തിയ സ്ത്രീ എന്ന് പറഞ്ഞതിനെ കുറിച്ചായിരുന്നു. ഭാരതമാതാവിനെ പതാകയേന്തിയ സ്ത്രീ എന്ന അഭിഭാഷകൻ വിശേഷിപ്പിച്ചത് നിർഭാഗ്യകരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി വിമർശിച്ചത്. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് വിസിയുടെ സസ്പെൻഷൻ നടപടി എന്നതായിരുന്നു ഹൈക്കോടതിയിൽ രജിസ്ട്രാർ ഉയർത്തിയ വാദം. വൈസ് ചാൻസലറുടെ നടപടി സർവകലാശാല നിയമത്തിന്റെ കടുത്ത ലംഘനമാണ്. അധികാര പരിധിക്ക് പുറത്തുനിന്നാണ് വൈസ് ചാൻസലർ സസ്പെൻഷൻ നടപടിയെടുത്തത്. വിസിയുടെ നടപടി ഏകപക്ഷീയവും അനുചിതവും നിയമവിരുദ്ധവും വിവേചനപരവുമാണ്. ഇതായിരുന്നു ഡോക്ടർ കെ.എസ്. അനിൽകുമാറിന്റെ വാദം. ഇത്രയുമാണ് കോടതിയിൽ നമ്മൾ കണ്ടത്. പക്ഷേ വിവാദം തീരുന്നില്ല. കോടതിയിൽ നിന്ന് മതചിഹ്നമല്ല എന്നുള്ള നിരീക്ഷണമടക്കം വന്നതിന് ശേഷവും പ്രതികരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വിഷയം